എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബ്രഹ്മചര്യത്തെപ്പറ്റി എന്തറിയാനാ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബ്രഹ്മചര്യത്തെ പാലിക്കാത്തവർക്ക്. ബ്രഹ്മചര്യ പാലനത്തിലൂടെ അല്ലാതെ ആർക്കും ഒരിക്കലും ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. ബ്രഹ്മത്തെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ബ്രഹ്മചര്യം പാലിക്കുക തന്നെ വേണം. കാരണം ബ്രഹ്മത്തെ മനസ്സിലാക്കാനുള്ള ശക്തി നിങ്ങളുടെ വീര്യത്തിൽ തന്നെയാണ് അടങ്ങിയിരിക്കുന്നത്. ആ വീര്യത്തിൽ തന്നെയാണ് സമ്പൂർണമായ ബ്രഹ്മത്തിൻ്റെ ജ്ഞാനത്തെ നേടാനുള്ള സ്രോതസ് ഉള്ളത്. നിങ്ങൾ ഒരു ബ്രഹ്മത്തിൻ്റെ അംശമാണെന്ന് പൂർണ്ണമായും വിശ്വാസമില്ല. കാരണം നിങ്ങളിലുള്ള അമൃതതുല്യമായ ആ വീര്യത്തെ അനാവശ്യമായി നാശം ചെയ്യുന്നു. പിന്നെ എങ്ങനെയാണ് ബ്രഹ്മത്തിൻ്റെ അംശമാണ് നിങ്ങൾ എന്ന് നിങ്ങൾക്ക് വിശ്വാസം വരിക? അതുകൊണ്ട് തന്നെയാണ് ഈ യുഗത്തിൽ നാസ്തികത അഥവാ ദൈവവിശ്വാസമില്ലായ്മ കൂടുതലായി കണ്ടുവരുന്നത്. മനുഷ്യൻ ബ്രഹ്മത്തിൽ നിന്നും അഥവാ ദേവനിൽ നിന്നും പിന്തിരിഞ്ഞ് ജീവിക്കുന്നത്. വീര്യരൂപത്തിലുള്ള ആ അമൃത് നാശമായി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇതൊക്കെയാണ്. അഥവാ അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തന്നെ വികാരരൂപിയായ കാമവാസനയിൽ ചിലവിടുകയും ചെയ്യുന്നു. ആരാണോ യുവാവസ്ഥയിൽ വിവാഹിതനാവും വരെ സ്വന്തം അമൃതരൂപിയായ വീര്യത്തെ സംരക്ഷിച്ചു വെച്ചുവോ അവന്റെ തേജസ്സിന് മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാനാവില്ലത്രേ. അമിത ആകർഷണം നിങ്ങളെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. വീര്യത്തെ ശുക്രധാതു എന്നാണ് പറയപ്പെടുന്നത്. വീര്യത്തിന്റെ സംബന്ധം നിങ്ങളുടെ ഗ്രഹനിലയിൽ ശുക്രഗ്രഹത്തിലാണ്. ശുക്രനെ ആകർഷണം അതുപോലെ സൗന്ദര്യം എന്നത് പ്രദാനം ചെയ്യുന്ന ഗ്രഹമായാണ് കണക്കാക്കുന്നത്. ആരാണോ വീര്യത്തെ കൂടുതൽ നശിപ്പിക്കുന്നത് അവരുടെ ശുക്രഗ്രഹവും അത്രയും മോശാവസ്ഥയിലാവുന്നു. ആയതിനാൽ അവരുടെ സ്വാഭാവിക ആകർഷണവും സൗന്ദര്യവും എന്നേക്കുമായി നഷ്ടപ്പെടുന്നു. വീര്യനാശം ചെയ്യുന്ന വ്യക്തികൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ അഥവാ അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് ചിലത് പറയാം. ഒന്നാമത്തെ ലക്ഷണം, വീര്യത്തെ നാശം ചെയ്യുന്ന വ്യക്തി എത്രത്തോളം വെളുത്തിരുന്നാലും അവന്റെ മുഖത്ത് ഒരു തേജസ് അല്ലെങ്കിൽ ആകർഷണം ഉണ്ടാവില്ല. അടുത്തത്, അവന്റെ മാംസപേശികൾക്ക് ബലക്കുറവും അതുപോലെ എല്ലുകളുടെ ജോയിന്റിൽ വേദനയും ഉണ്ടായിരിക്കും. അടുത്തത്, അവന്റെ ചിന്താശക്തി മറ്റുള്ളവരെക്കാളും കുറവായിരിക്കും. കൂടാതെ ഒരു കാര്യത്തിലും ഏകാഗ്രത ലഭിക്കില്ല. അതുപോലെ അവന് സഹനശക്തിയും ഓർമ്മശക്തിയും കുറഞ്ഞ് ഇല്ലാതാകും. മുൻകോപിയും അതുപോലെ എല്ലാവരുടെയും തെറ്റ് കണ്ടുപിടിക്കാൻ ആയിരിക്കും ഇവർ ശ്രമിക്കുക. അടുത്തത്, വീര്യനാശം ചെയ്യുന്നവന് എവിടെയെങ്കിലും ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്ന അനുഭവം ഉണ്ടാകും. അടുത്തത്, ശരീരത്തിൽ ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാവില്ല. ഇവൻ എപ്പോഴും ആലസ്യമായി ഇരിക്കുന്നത് കാണും. പിന്നീട് വീര്യം ജലത്തെ പോലെ ഗാഢത കുറഞ്ഞിരിക്കും. ശാസ്ത്രങ്ങളിൽ ഇതിനേക്കാളും കൂടുതൽ വിവരിച്ചിരിക്കുന്നു. മുമ്പ് ഈ ചാനലിലൂടെ എല്ലാം പറഞ്ഞിരുന്നു. ഏതൊരു പുരുഷനും സ്വയംഭോഗത്തിന് ശേഷം തന്നോട് ഒരു വെറുപ്പും നിരാശയും അതുപോലെ വേണ്ടായിരുന്നു എന്ന തോന്നലും ഉണ്ടാവുന്നു. എന്താണ് ഇതിന് കാരണം? ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ദുഃഖമാണ് നമ്മളെ എപ്പോഴും മോട്ടിവേഷൻ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, അല്ലേ? ദുഃഖം എന്നത് ഏതോ ഒന്നിൻ്റെ പോരായ്മയെ സൂചിപ്പിക്കുന്നു. ഏതെങ്കിലും കുറവ് നമുക്കുണ്ട്. നമുക്കതിൽ ഒരു ദുഃഖമോ നിരാശയോ തോന്നുന്നില്ലെങ്കിലോ? അതുപോലെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു, അതായത് വെറുതെ ഇരുന്ന് സമയം പാഴാക്കി അല്ലെങ്കിൽ വെറുതെ കാശ് ചെലവാക്കി, ഇങ്ങനെ. അതിൽ മറ്റുള്ളവരുടെ കാര്യം പോകട്ടെ, സ്വയം ഒരു പശ്ചാത്താപമോ ദുഃഖമോ വന്നില്ലെങ്കിലോ? അതെ, തീർച്ചയായും നമ്മൾ അത് വീണ്ടും വീണ്ടും ചെയ്യും, അല്ലേ? സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നോട് തന്നെ ഒരു വെറുപ്പും നിരാശയും വന്നില്ല എങ്കിലോ? തീർച്ചയായും സ്വയംഭോഗം ചെയ്യുമ്പോൾ ലഭിക്കുന്ന സുഖം നിങ്ങളെ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള പ്രേരണ നൽകും, അല്ലേ? സത്യത്തിൽ സ്വയംഭോഗത്തിന് ശേഷം ഈ തോന്നൽ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമായി നിങ്ങൾ കരുതുക. ഈ തോന്നൽ എങ്ങനെയാണ് വരുന്നത്?
ഇത് നമ്മുടെ ഉപബോധ മനസ്സാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് നീ ചെയ്തത് തെറ്റാണ് എന്ന്. കാരണം ഇതിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ദോഷങ്ങൾ വരുന്നു. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അറിയാം. അല്പമെങ്കിലും ദൈവവിശ്വാസമുള്ളവർക്ക് ഇത് തീർച്ചയായും ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ബ്രഹ്മചര്യ പാലനം എന്ന ഈ സംഗതിയെ ദൈവീകമായ രീതിയിൽ മഹർഷി വര്യന്മാർ വിവരിച്ച് തന്നത്. അല്ലാതെ ശാസ്ത്രീയമായി ഇതിനെപ്പറ്റി വിവരിക്കാൻ അവർക്ക് അറിയാഞ്ഞിട്ടല്ല. നിങ്ങൾക്കും സ്വയംഭോഗം ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു തോന്നൽ വരുന്നു എങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ദൈവാധീനം ഉണ്ട് എന്ന്. അങ്ങനെ സ്വയംഭോഗം ചെയ്തതിന് ശേഷം വേണ്ടായിരുന്നു എന്ന തോന്നലോ സ്വയം വെറുപ്പോ തോന്നുന്നുവെങ്കിൽ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. വേഗം തന്നെ അത് എന്നേക്കുമായി നിർത്താനുള്ള ദൃഢനിശ്ചയം എടുക്കുക എന്നത് തന്നെ. ഇതിനായി ആദ്യം വേണ്ടത് എന്താണ്? ഒരു കാര്യം മനസ്സിലാക്കുക. എത്ര പേര് ഉപദേശിച്ചു തന്നാലും, എത്ര ബ്രഹ്മചാര്യത്തെ സംബന്ധിച്ച പുസ്തകങ്ങൾ വായിച്ചാലും, എത്ര മോട്ടിവേഷൻ വീഡിയോകൾ കണ്ടാലും സ്വയം തീരുമാനമെടുക്കാതെ, ദൃഢമായ നിശ്ചയമെടുക്കാതെ ഈ ശീലത്തിൽ നിന്ന് മുക്തമാകാൻ ആർക്കും സാധിക്കില്ല. വീര്യനാശത്തിലൂടെ ഉണ്ടാകുന്ന ദോഷങ്ങൾ, അതുപോലെ അത് കാരണം ഭാവിയിൽ ഉണ്ടാകുന്ന എത്ര നല്ല കാര്യങ്ങൾ തകരാറിലാകും എന്ന ബോധം മാത്രമേ ഇതിലൂടെ ലഭിക്കുകയുള്ളൂ. കലിയുഗത്തിൽ അറിയാമല്ലോ, മോഹ വലയത്തിൽ പെട്ട് പോകാൻ പ്രത്യേകം ഒരു കാരണം തന്നെ വേണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാലത്ത് ഇത് അത്ര എളുപ്പവുമല്ല. എളുപ്പമുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, അല്ലേ? അതിൽ അധ്വാനവും കുറവാണ്. എന്നാൽ കഠിനമുള്ള കാര്യം എല്ലാവർക്കും ചെയ്യാനാകില്ല. ഉദാഹരണം, വലിയ വലിയ പരീക്ഷകൾ. അത് അത്രയും കഠിനമേറിയത് എന്തുകൊണ്ടാണ്? കൂടുതൽ യോഗ്യതയുള്ള, അതായത് അധ്വാനിക്കുന്നവരെ മാത്രം മതി എന്നത് തന്നെ. അധ്വാനിക്കാനായി മനസ്സിനെ തയ്യാറാക്കുക. നാളെ മുതൽ തുടങ്ങാം, അല്ലെങ്കിൽ 1-ാം തീയതി മുതൽ തുടങ്ങാം എന്ന് കരുതിയാൽ ആ 1-ാം തീയതി ഒരിക്കലും വരികയില്ല. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് ഒന്ന് കമന്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും, ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.